പ്രവാസികൾക്ക് സമ്മതിദാനാവകാശം നിലവിൽ വന്നതിന് ശേഷം ആദ്യമായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് എല്ലാ ആവേശവും ഉൾക്കൊണ്ടാണ് ദുബായിൽ നിന്നുള്ള വോട്ടുവണ്ടി കേരളത്തിലേക്ക് പുറപ്പെട്ടത്. ദുബായ് KMCC ഒരുക്കിയ വോട്ടുവണ്ടിയിൽ മുസ്ലിം ലീഗും കോൺഗ്രസും ഉൾപ്പെടെ UPA അനുകൂലികളായ 125ഓളം പേർ യാത്ര തിരിച്ചു. ഇന്ത്യയിൽ സമാധാനത്തോടും മതസൗഹാർദ്ദത്തോടും കൂടി ഭരിക്കാൻ കഴിയുന്ന ഏക പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UPA ഗവൺമെന്റും മാത്രമാണ്. സമ്മതിദാനാവകാശം പ്രവാസ ലോകത്ത് വെച്ച് തന്നെ നിർവഹിക്കുവാനുള്ള സൗകര്യം ആവശ്യപ്പെടുന്നതോടൊപ്പം പ്രവാസി സമൂഹത്തിന്റെ പ്രാതിനിധ്യം എന്ന നിലക്കാണ് വോട്ടുവണ്ടി ഒരുക്കിയതെന്ന് ദുബായ് KMCC പ്രസിഡന്റ് PK അൻവർ നഹ പറഞ്ഞു. ഇന്ത്യയുടെ മതേതരത്വം നിലനിർത്താൻ UPA അധികാരത്തിലെത്തിക്കുക, വോട്ടവകാശം പ്രവാസ ലോകത്ത് വെച്ച് ഉപയോഗിക്കുവാനുള്ള സൗകര്യമൊരുക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങളും പ്രതീക്ഷകളുമായാണ് പലരും വോട്ടുവണ്ടിയിൽ ചേർന്നത്. വർഗീയ രാഷ്ട്രത്തിൽ നിന്നും ഇന്ത്യയെ രക്ഷിക്കാൻ കേരളത്തിൽ UDFനെയും കേന്ദ്രത്തിൽ UPAയും വിജയിപ്പിക്കുന്ന ഒരൊറ്റ ലക്ഷ്യത്തിനാണ്. സർക്കാരുകൾക്ക് മുമ്പിൽ ഞങ്ങളുടെ ആവശ്യം ഇനിയും ഓൺലൈനിലൂടെ വോട്ടിംഗ് ചെയ്യാനുള്ള ആവശ്യം ഉന്നയിക്കാനും കൂടിയാണ് ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെടാൻ ഉദ്ദേശിക്കുന്നത്. BJPയുടെ പോഷക സംഘടനയും വോട്ടുവണ്ടി നാട്ടിലേക്ക് അയക്കുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഫിലിപ്പീൻസ്, ഇറാൻ, ഈജിപ്ത് തുടങ്ങി നിരവധി രാജ്യങ്ങളിലുള്ള പൗരന്മാർക്ക് ഗൾഫ് ലോകത്ത് വോട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കെയാണ് ഇന്ത്യയിൽ നിന്നുള്ള പ്രവാസികൾക്ക് ഇന്ത്യ ഗവൺമെന്റ് ഈ അവസരം നിഷേധിക്കുന്നത്. ലക്ഷക്കണക്കിന് വരുന്ന പ്രവാസി സമൂഹത്തിൽ നിന്നുള്ള 100 പേരടങ്ങുന്ന ഈ വോട്ടുവണ്ടിക്ക് എന്ത് ചെയ്യാനാവുമെന്ന ചോദ്യം പിന്നെയും ബാക്കിയാണ്. ഹാരിസ് അരിക്കുളം, മീഡിയ 1, ദുബായ്.